പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ന്യൂസ് 10 സാധ്യം പോകുന്നത് വയനാട് കള്ളാടിയിലുണ്ടായ മണ്ണിടിച്ചിൽ ദുരന്തവുമായി ബന്ധപ്പെട്ട എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കാണ്. തുരങ്കപാത നിർമ്മാണത്തിനിടെയായിരുന്നു 8 പേരുടെ മരണത്തിന് കാരണമായ അപകടം ഉണ്ടായത്. എന്നാൽ ആ മണ്ണിടിച്ചിൽ അത് മനുഷ്യനിർമ്മിതമാണോ എന്ന സംശയം ഇപ്പോഴും ശേഷിക്കുകയാണ്. കാരണം തുരങ്കപാത നിർമ്മാണത്തിന്റെ ഭാഗമായി കൂട്ടിയിട്ടിരുന്ന മണ്ണാണ് ഇടിഞ്ഞു വീണത്. അങ്ങനെയാണ് 8 പേർ മരണപ്പെട്ടത്. ആ നിർമ്മാണത്തിന്റെ ഭാഗമായിരുന്നവർ തന്നെയാണ് മരണത്തിന് കീഴടങ്ങിയതും. ഈ തുരങ്കപാത നിർമ്മാണത്തിനിടെയുണ്ടായ അപകടത്തെ തുടർന്ന് ഇങ്ങനെയൊരു തുരങ്കപാത നിർമ്മിക്കാൻ പറ്റുന്ന ഭൗതിക സാഹചര്യം ആണോ വയനാടിലെ ഈ പ്രദേശത്ത് ഉള്ളത്? കേന്ദ്ര സർക്കാർ അടക്കം നൽകിയ നിർദ്ദേശങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ നിർമ്മാണ പ്രവൃത്തികൾ നടന്നത്. ഇങ്ങനെയൊരു പ്രദേശത്ത് നിർമ്മാണം നടത്തുമ്പോൾ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതായിരുന്നില്ലേ? അവിടെ പിഴവുകൾ സംഭവിച്ചോ? നിരവധിയായ ചോദ്യങ്ങൾ മുന്നിൽ നിൽക്കുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെ വ്യക്തമാക്കിയത് കൃത്യമായ പഠനങ്ങളുടെ ഒരു അഭാവം സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വാർത്തയുടെ തുടർച്ച എന്ന നിലയിൽ പ്രേക്ഷകരുമായി ഞങ്ങൾക്ക് പങ്കുവെക്കാനുള്ളത് വളരെ കൃത്യമായി, അതായത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തുന്ന സമീപനമാണ് ഉണ്ടായത്. ദുരന്ത നിവാരണ അതോറിറ്റിയെ മുൻ ചീഫ് സെക്രട്ടറി നോക്കുകുത്തിയാക്കി മാറ്റി എന്ന വിവരം തന്നെയാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അതിന്റെ തെളിവുകളും വിശദാംശങ്ങളും ഞങ്ങൾ പങ്കുവെക്കുന്നതിന് മുമ്പ് ആദ്യം ഈ ദുരന്തത്തിന് ശേഷം മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ പറഞ്ഞ വാക്കുകൾ അതൊരിക്കൽ കൂടി ഒന്ന് പ്രേക്ഷകരെ കേൾപ്പിക്കുകയാണ്. അതുപോലത്തെ സെൻസിറ്റീവായ ഒരു സ്ഥലത്ത് ഇത് ചെയ്യുമ്പോൾ സൂക്ഷിച്ചു വേണമെന്ന് പറഞ്ഞു. ഇവിടെ സ്റ്റേറ്റ് ഒരു പഠനം നടത്തി. ആ പഠനത്തിലെ റിസൾട്ട് എന്താ? ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലെന്നാണ്. രണ്ടാമത് സെൻട്രൽ ഗവൺമെന്റ് വേണ്ടാന്ന് പറഞ്ഞു. വീണ്ടും സംസ്ഥാന ഗവൺമെന്റ് നിർബന്ധിച്ച് അവിടെ നിന്ന് 50ഓളം കർശനമായ നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ടിട്ടുള്ളതാണ് ഈ തുരങ്കപാതയുടെ പണി തുടങ്ങിയത്. അതുകൊണ്ടാണല്ലോ നമ്മൾ പറഞ്ഞത് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കട്ടെ. ഞാനിപ്പോഴും അങ്ങനെ പറയും, ഗവൺമെന്റ് അല്ലേ, ഗവൺമെന്റിന്റെ ഭാഗമല്ലേ. പക്ഷേ ഈ ഒരു വിഷയത്തിന്റെ പുറത്ത് ഒരുപാട് പരിഹസിക്കപ്പെട്ട, ആക്ഷേപിക്കപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു ഞാനെന്ന് നിങ്ങളൊക്കെ ഓർക്കുന്നതല്ല. യെസ്, അതായത് പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഈ പദ്ധതിയെ എതിർത്തിരുന്നു താൻ എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സാങ്കേതികമായും നിയമപരമായും ഒക്കെ അന്വേഷണം നടക്കുമ്പോൾ സ്വാഭാവികമായും ഏറ്റവും പ്രസക്തമാകുന്ന ചോദ്യം ഈ കള്ളാടി അപകടത്തിന്റെ ഉത്തരവാദി ആര് എന്നത് തന്നെയാണ്. അവിടെയാണ് ന്യൂസ് 18ന്റെ എക്സ്ക്ലൂസീവ് വിവരം പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. ദുരന്ത നിവാരണ അതോറിറ്റിയെ മുൻ ചീഫ് സെക്രട്ടറി നോക്കുകുത്തിയാക്കി എന്നതിന്റെ തെളിവുകളും വിശദാംശങ്ങളുമാണ് ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. ആ തെളിവുകൾ ആണ് ഇപ്പോൾ ന്യൂസ് 18 ലഭിച്ചിട്ടുള്ളത്. എന്താണത്? ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അപകട സാധ്യതാ മുന്നറിയിപ്പ് മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന എ ജയതിലക് തള്ളിക്കളഞ്ഞു. അവിടെ ഈ മുന്നറിയിപ്പിനെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള നിലപാടായിരുന്നു മുൻ ചീഫ് സെക്രട്ടറി സ്വീകരിച്ചത് എന്നതിന്റെ തെളിവുകൾ ആണ് ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. എന്തായിരുന്നു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അപാകത എന്നതാണ് ഈ തുരങ്കപാത അനുമതിയുമായി ബന്ധപ്പെട്ട ഫയലുകൾ എല്ലാം തിരിച്ചയക്കാൻ ഉള്ള നിർദ്ദേശം നൽകിയത് എ ജയതിലക് തന്നെയാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാ ഫയലുകളും തിരിച്ചയക്കാൻ നിർദ്ദേശിക്കുന്ന സാഹചര്യം, അതിൽ തന്നെ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അവർ വിദഗ്ധ പഠനം നടത്തേണ്ടതില്ല എന്നതായിരുന്നു ആ വിഷയത്തിൽ. അതായത് ഇങ്ങനെ ഒരു തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ കേരളത്തിന്റെ ദുരന്ത നിവാരണ അതോറിറ്റി ഈ വിഷയത്തിൽ ഒരു പഠനം നടത്തേണ്ടതിന്റെ ആവശ്യകതയെ ഇല്ല എന്ന നിലപാടായിരുന്നു മുൻ ചീഫ് സെക്രട്ടറി സ്വീകരിച്ചിരുന്നത് എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അതായത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയോ ഒപ്പം വയനാട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയോ ഇങ്ങനെയൊരു വിഷയത്തിൽ, അതായത് തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടേണ്ടതില്ല എന്നുകൂടി മുൻ ചീഫ് സെക്രട്ടറി നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ്. അവിടെ കൃത്യമായും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഉരുൾപൊട്ടൽ മേഖലയിൽ നിർമ്മാണത്തിന് മുമ്പ് പഠനം നടത്തണമെന്ന് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയോട് ആവശ്യപ്പെട്ടിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ചേർന്ന ഉന്നതതല യോഗത്തിന്റെ മിനിറ്റ്സിന്റെ രേഖകൾ അടക്കം ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ്. അതായത് ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്ത സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗത്തിന്റെ മിനിറ്റ്സിന്റെ വിവരങ്ങളാണ് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് നൽകാൻ പോകുന്നത്. ആ നിർണായകമായ യോഗം ചേർന്നത് 3/6/2025 ആയിരുന്നു എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. ഈ 3/6/2025 യോഗം ചേർന്നു എന്ന് പറയുമ്പോൾ 2 മാസങ്ങൾക്ക് ശേഷം ഈ പ്രൊജക്ടിന്റെ ഉദ്ഘാടനം അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ കൈക്കൊള്ളുകയാണ്. അതായത് കേവലം 2 മാസം മുമ്പ് ചേർന്ന യോഗത്തിൽ അടക്കം
ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകണമോ എന്നത് സംബന്ധിച്ച സംശയങ്ങൾ ഉരുത്തിരിഞ്ഞിരുന്നു, എതിർപ്പുകൾ ഉണ്ടായിരുന്നു. ഇത് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ വളരെ കൃത്യമായി നിർമ്മാണ കമ്പനിയുടെ പാരിസ്ഥിതിക ആഘാത പഠന റിപ്പോർട്ട് മാത്രം പരിഗണിച്ചുകൊണ്ട് അനുമതി നൽകരുത് എന്ന് ഈ യോഗത്തിൽ ആവശ്യം ഉയർന്നിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് യോഗത്തിൽ പങ്കെടുത്ത 2 ശാസ്ത്രജ്ഞർ ഉൾപ്പെടെയുള്ളവർ കൃത്യമായ എതിർപ്പ്, ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിലുള്ള എതിർപ്പ് ആ നിർണായകമായ യോഗത്തിൽ രേഖപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെയാണ് ഈ ഏജൻസികൾ സ്വന്തം നിലയ്ക്ക് തയ്യാറാക്കുന്ന റിപ്പോർട്ട്, അതിൽ നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉണ്ടാകും. അതായത് അവരുടെ താല്പര്യത്തിന് അനുസരിച്ച്, ആ നിർമ്മാണ കമ്പനിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന തരത്തിൽ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു നിർമ്മിതിയായി റിപ്പോർട്ട് മാറും എന്ന സൂചന കൃത്യമായി ആ യോഗത്തിൽ ഉയർന്നു വന്നിരുന്നു. അതോടൊപ്പം തന്നെയായിരുന്നു IIT പോലെയുള്ള അംഗീകൃത ഏജൻസി ഇതുമായി ബന്ധപ്പെട്ട പഠനം നടത്തണമെന്ന ആവശ്യം ആ യോഗത്തിൽ ഉയർന്നു വന്നത്. അങ്ങനെ പഠനം വേണമെന്ന ആവശ്യവും നിരാകരിക്കുന്ന സാഹചര്യം ആണ് ഉണ്ടായത്. എടുത്തു പറയേണ്ടത്, ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിശ്വാസ് ഉൾപ്പെടെയുള്ളവർ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ ഒരു പ്രൊജക്ടുമായി മുന്നോട്ട് പോകുന്നതിലുള്ള ആശങ്ക വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നു എന്നതിന്റെ വിവരങ്ങൾ ആണ് ന്യൂസ് 18 പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും പ്രിയ പ്രേക്ഷകരെ, നിരവധിയായ സംശയങ്ങൾ ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ് മുൻ ചീഫ് സെക്രട്ടറി ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ, അപകട സാധ്യതാ മുന്നറിയിപ്പുകൾ തള്ളിക്കളഞ്ഞത്? ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ യോഗത്തിലെ എതിർപ്പുകൾ അവഗണിച്ചത്? ആർക്കു വേണ്ടിയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയത്? എന്ത് സമ്മർദ്ദമാണ് ഉണ്ടായത്? മുൻ ചീഫ് സെക്രട്ടറി AG തിലക് ആർക്കൊപ്പമാണ് നിന്നത് എന്ന സംശയം കൂടിയാണ് ഉയരുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഈ അപകടം മനുഷ്യനിർമ്മിതമോ എന്ന സംശയം നിലനിൽക്കെയാണ് നിർണായകമായ മുന്നറിയിപ്പുകൾ അവഗണിച്ചു മുൻ ചീഫ് സെക്രട്ടറി എന്ന കൃത്യമായ വിവരം പുറത്തു വരുന്നത്. ശരണ്യ, തീർച്ചയായിട്ടും അഭിലാഷ്, അതിനിർണായകമായ വിവരങ്ങൾ തന്നെയാണ് നമ്മൾ ഇപ്പോൾ കള്ളാടി ദുരന്തവുമായി ബന്ധപ്പെട്ട് പുറത്തുവിടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ യോഗത്തിന്റെ മിനിറ്റ്സ് തന്നെയാണ്. ആ മിനിറ്റ്സ് പറയുന്ന വിവരങ്ങൾ, അത് പുറത്തേക്ക് കൊണ്ടുവരുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ് എന്നുള്ളതാണ്. ഈ വിഷയങ്ങൾ കള്ളാടിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ കേരള മനസാക്ഷിയിൽ ഏറ്റവും വലിയ മുറിവായി നിൽക്കുന്ന ഒന്നാണ് വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തം. ഏകദേശം 200-ന് മേൽ ജീവനുകൾ പൊലിഞ്ഞ ഒരു ഇടമാണ് വയനാട്. അതോടൊപ്പം തന്നെ ആ വേദന ഇപ്പോഴും മലയാളിയുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. അവിടെ നിന്ന് ഒരു വർഷം പോലും പിന്നിടുന്നതിന് തൊട്ടു മുമ്പാണ് അടുത്ത ഒരു നിർമ്മാണ ഘട്ടത്തിലേക്ക് സർക്കാർ കടക്കുന്നത് എന്നുള്ളതാണ്. ആ നിർമ്മാണ ഘട്ടത്തിൽ വയനാട് പോലെയുള്ള ഒരു ദുരന്തബാധിത മേഖലയിൽ ഒപ്പം തന്നെ ആ മുണ്ടക്കയിൽ നിന്നും ഏകദേശം 6 കിലോമീറ്ററുകൾ മാത്രമാണ് കള്ളാടിയിലേക്കുള്ളത്. അപ്പോൾ അത്ര പരിസ്ഥിതിപരമായി ശ്രദ്ധിക്കേണ്ട ഒരു ഇടത്താണ് ഇങ്ങനെ ഒരു അടിസ്ഥാന വികസനത്തിന് ഒരുപാട് പ്രാധാന്യം നൽകേണ്ടി വരുന്ന ഒരു നിർമ്മാണത്തിൽ ആണ് ഈ തരത്തിലുള്ള ഒരു ഇടപെടൽ, അത് ഞെട്ടിക്കുന്ന ഇടപെടൽ മുൻ ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഈ മിനിറ്റ്സ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടിസ്ഥാനത്തിലാണ് വയനാടിന്റെ ആശങ്ക, അതായത് വയനാട് ഡിസ്ട്രിക്ട് മാനേജ്മെന്റ് അതോറിറ്റി, ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അവരുടെ ആവശ്യമായി മുന്നോട്ട് വെച്ച, അതായത് ഈ തുരങ്കപാത നിർമ്മാണം ആരംഭിക്കുന്ന ഘട്ടത്തിൽ അതിന്റെ ഒരു എൻവയോൺമെന്റൽ ക്ലിയറൻസ് നൽകുക എന്നുള്ളതല്ല ഈ മിനിറ്റ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനപ്പുറത്തേക്ക് ഈ വിഷയത്തിനകത്ത് സർക്കാർ തലത്തിൽ ഒരു പഠനം വേണ്ടതുണ്ട് എന്നുള്ളതാണ്. അത് ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് ആ പഠനവുമായി മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യമില്ല, അടിസ്ഥാന സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിനകത്ത് KSDMA, അതായത് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, അവരുടെ വിദഗ്ധരടങ്ങുന്ന സംഘം ഈ വിഷയത്തിനകത്ത് ഒരു പരിശോധന നടത്തണം എന്നുള്ളതാണ് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി വയനാട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ ആവശ്യത്തെ എന്തുകൊണ്ട് സംസ്ഥാനത്തിന്റെ പ്രധാന ഭരണത്തിന്റെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ നയിക്കുന്ന ചീഫ് സെക്രട്ടറി ആ വിഷയത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നടപടി കൈക്കൊണ്ടു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം ഇത് ഭരണപരമായി തന്നെ തെറ്റായ ഒരു ഡിസിഷനാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. കാരണം KSDMAക്ക് ഇത്തരത്തിൽ ഒരു എൻവയോൺമെന്റൽ ക്ലിയറൻസ് നൽകാനുള്ള നിയമപരമായ സാധ്യത ഇല്ലെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് സംസ്ഥാനത്ത് ഒരു നിർമ്മാണം നടക്കുമ്പോൾ, പ്രത്യേകിച്ച് വയനാട് പോലെയുള്ള ഒരു ദുരന്ത ബാധിത
സാധ്യത മേഖലയിൽ ഇത്തരത്തിലൊരു നിർമ്മാണം നടക്കുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാനും അതിന് ഉണ്ടാകുന്ന ദുരന്ത സാധ്യതകളെ വിലയിരുത്താനും അങ്ങനെ ഒരു ദുരന്തം സംഭവിക്കുകയാണെങ്കിൽ എങ്ങനെ പ്രതിരോധിക്കാം എന്നതുൾപ്പെടെയുള്ള അസസ്മെന്റ് നടത്തേണ്ട പൂർണ്ണമായ ഉത്തരവാദിത്തം KSDMAക്കാണ്. അപ്പോൾ എന്തുകൊണ്ട് അവരിൽ നിന്ന് ആ ഫയൽ നിങ്ങൾ അതിൽ ഇടപെടേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു സാങ്കേതികമായ വിലയിരുത്തൽ തടഞ്ഞു എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഉന്നയിക്കുന്നത്. അതിന് മുൻകൈ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.